ഹെയർ ക്ലീനാക്കി വെക്കണം എപ്പോഴും. ക്ലീനാക്കി വെക്കാൻ വെച്ചാൽ നമ്മൾ ഷാമ്പൂ ഇട്ടിട്ടല്ല ക്ലീൻ ആക്കുന്നത്. നമ്മളിപ്പോൾ ഇൻഫാക്ട് നമ്മൾ ഷാമ്പൂ ഇടാണ്ട് വെക്കാൻ വെച്ചാൽ ഐ തിങ്ക് ബെറ്റർ ഫോർ യുവർ ഹെയർ ദാൻ ടു ജസ്റ്റ് കീപ്പ് ഓൺ പുട്ടിങ് ഷാമ്പൂ. മേ ബി ഷാമ്പൂ ചെയ്യുന്നതൊക്കെ വൺസ് ഇൻ 10 days ഒക്കെ ധാരാളമാണ്. വെയിറ്റുള്ള ഹെൽമെറ്റ് നമ്മൾ തലയിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് കാരണം എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു. അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ വെച്ചാൽ എല്ലാ ചുമട്ട് തൊഴിലാളിക്കും കംപ്ലീറ്റ് കഷണ്ടി ആവേണ്ടതാണ് അല്ലല്ലോ. അപ്പോൾ ദാറ്റ് ഇസ് ഓൺലി പല ആൾക്കാരും ഏരിയറ്റ് ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട്. അതിനകത്തൊക്കെ ഭയങ്കര ഷുഗറി സാധനങ്ങളാണ്. അപ്പോൾ അതൊന്നും അത്ര നല്ലതല്ല. പ്രിവെൻറ്റ് ഗ്രേയിങ് പോസിബിലിറ്റി നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ എടുക്കുക വെച്ചാൽ ഇറ്റ് മൈറ്റ് പ്രിവെൻറ്റ് ഗ്രേയിങ്. പക്ഷേ ഗ്രേ ആയിട്ടുള്ളൊരു സാധനത്തിന് വീണ്ടും കറപ്പിക്കാനുള്ള ഒരു സാധനം ആസ് ഓഫ് നോ ഇല്ല. നമസ്കാരം, ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. മുടി നമുക്കെല്ലാവർക്കും കോൺഫിഡൻസ് നൽകുന്ന ഒന്നാണ്. മുടികൊഴിച്ചിലൊക്കെ നമ്മളെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മുടികൊഴിച്ചിലിനെ കുറിച്ചും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചുമാണ്. നമ്മളോടൊപ്പമുള്ളത് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർ സന്ദീപ് വിജയരാഘവനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മുടി നമുക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് നൽകുന്ന ഒന്നാണ്. നമ്മളെ പലരെയും ബാധിക്കുന്ന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. അപ്പോൾ നമ്മൾ അതിന് പല കാരണങ്ങളും പറയാറുണ്ട്. ഒന്നെങ്കിൽ കാലാവസ്ഥാ മാറ്റം, അല്ലെങ്കിൽ എനിക്ക് പനി വന്നതിന് ശേഷം മുടി കൊഴിയുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം മാറി കുളിച്ചിട്ടാണ് മുടി കൊഴിയുന്നതെന്നൊക്കെ. ശരിക്കും എന്തുകൊണ്ടാണ് നമുക്ക് മുടി കൊഴിയുന്നത്? അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ്, ഏറ്റവും കോമണസ്റ്റ് കാരണം നമ്മൾ സെക്സായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. മെയിൽസ് സെപ്പറേറ്റ് ആണ്, ഫീമെയിൽസ് സെപ്പറേറ്റ് ആണ്. മെയിൽസിന് ഏറ്റവും കോമണസ്റ്റ് ആൻഡ്രോജനറ്റിക് എലോപേഷ്യ, അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് വരുന്ന എലോപേഷ്യയാണ്. എലോപേഷ്യ എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലിനാണ് എലോപേഷ്യ എന്ന് പറയുന്നത്, കഷണ്ടി. അപ്പോൾ കോമൺലി അതാണ് വരുന്നത്. അത് കൂടാണ്ട് വേറെ കുറേ റീസൺസ് ഉണ്ട്. സ്ട്രെസ് ഉണ്ട്. പിന്നെ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്ത് സ്ട്രെസ്സും ആവാം. ഫിസിക്കൽ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ്, അങ്ങനത്തെ സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരാറുണ്ട്. നമ്മൾ തൈറോയിഡ് ഡെഫിഷ്യൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ പല ഹോർമോണൽ ഡെഫിഷ്യൻസി കൊണ്ട് വരാം. ഫുഡിൻ്റെ ഡയറ്ററി ഡെഫിഷ്യൻസീസ് കൊണ്ട് വരാം. അപ്പം അങ്ങനെ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് നമുക്ക് വരാം. ചില മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഹെയർ ഫോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ചില മെഡിസിൻസ് എടുത്താൽ ഹെയർ ഫോളും നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളും കൂടി വരുമ്പോഴാണ് ഹെയർ ഫോൾ ചെയ്യുന്നത്. ജസ്റ്റ് ബിക്കോസ് നമുക്ക് ആൻഡ്രോജനറ്റിക് എലോപേഷ്യ ഉണ്ട് എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് നമുക്ക് മുടി പോകാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാലും എല്ലാ ആൾക്കാർക്കും ഫുള്ളായി പോകണമെന്നില്ല. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ യൂഷ്വലി അത് കോമ്പൻസേറ്റ് ചെയ്ത് കുറേ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. കുറേ നാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടാവും. സ്ത്രീകളാകുന്ന സമയത്ത് യൂഷ്വലി നമുക്കൊരു റീസൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്ത്രീകളിൽ സർപ്രൈസിംഗ്ലി എസ്പെഷ്യലി കുറച്ചും കൂടി ഓൾഡർ ആൾക്കാർക്ക് മെയിൽ പാറ്റേൺ ഹെയർ ലോസ് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവാം. സ്ത്രീകൾക്കും ഉണ്ടാവാം മെയിൽ പാറ്റേൺ ഹെയർ ലോസ്. അത് നമ്മൾ പഞ്ച് ബയോപ്സീസ് എടുത്ത് വെച്ചാൽ നമുക്കറിയാൻ പറ്റും. അല്ലാന്ന് വെച്ചാൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പെർട്ടിക്കുലർ രീതിയിലായിരിക്കും അത് വരുന്നുണ്ടാകും. നമുക്കറിയാം, ഒന്നുകിൽ ഇൻവേർട്ടഡ് ക്രിസ്മസ് ട്രീ പാറ്റേൺ, അല്ലെങ്കിൽ ഡിഫ്യൂസ് ലോസ് ഓഫ് ഹെയർ, അങ്ങനത്തെ ഒരു ലോസ് ഓഫ് ഹെയർ നമുക്ക് കാണാറുണ്ട്. യൂഷ്വലി അവർക്ക് ചിലപ്പോൾ പീരിയഡ്സ് ഭയങ്കര ഫ്ലോ കൂടുതലാകുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. തൈറോയിഡ് എബ്നോർമാലിറ്റീസ്, വേറെ ഹോർമോണൽ പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് വരാറുണ്ട്. പിന്നെ നേരെ മെയിൽസിനുള്ളതുമാതിരി തന്നെ ഫുഡ് ഡയറ്ററി ഡെഫിഷ്യൻസീസ് ഒക്കെ കൊണ്ടുവരാം. ചില ആൾക്കാർക്ക് ഈവൻ നമുക്ക് വരെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ കൊണ്ട് നമുക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഫീമെയിൽസിന് മിക്കവാറും ആൾക്കാർക്ക് വി വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദിസ് ഇസ് ദ റീസൺ. എന്നിട്ട് ആ റീസൺ നമ്മൾ കറക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് വേറെ സർജിക്കൽ കറക്ഷനൊന്നും ഇല്ലാണ്ട് തന്നെ മെഡിക്കലി യു ആർ ഏബിൾ ടു ട്രീറ്റ് ദ ലേഡീസ്. ഡോക്ടർ, ഇതിപ്പോൾ ഒരു മുടി കൊഴിച്ചിൽ ഒരു പ്രശ്നമായി കണ്ട് നമ്മൾ എപ്പോഴായിരിക്കും ചികിത്സ തേടേണ്ടത്? സോ ഐഡിയലി എങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കും, അതായത് നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് ഒന്നും അറിയാൻ പാടരുത്. നമ്മളിങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പാടരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഈ കൊഴിച്ചിൽ വരുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും മുടി കൊഴിച്ചിലുണ്ടാവും. ഓക്കെ, മുടി കൊഴിച്ചിലില്ലാത്ത ആരും ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹെയറിനൊരു സൈക്കിളുണ്ട്. അനജൻ, കാറ്റജൻ, ടിലോജൻ എന്ന് പറഞ്ഞിട്ടൊരു സൈക്കിളുണ്ട്. അനജൻ എന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മളിപ്പോൾ കാണുന്ന മുടിക്കാണ് അനജൻ എന്ന് പറയുന്നത്. നല്ല കരുത്തുള്ള മുടിക്ക് അനജൻ എന്ന് പറയുന്നത്. കാറ്റജൻ എന്ന് വെച്ചാൽ അവനൊന്ന് ബ്രേക്ക് ഇട്ട് അവനവിടെ നിൽക്കും. ഫെർദർ ഗ്രോത്ത് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ടിലോജൻ ഫേസ് എന്ന് വെച്ചാൽ അത് കൊഴിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അതാണ്. അതിനകത്ത് കുറേ മൈക്രോസ്കോപ്പിക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ബ്രോഡായിട്ട് ഈ 3 ഫേസസാണ് ഉള്ളത്. അപ്പം ഈ ടിലോജൻ ഫേസ് എന്ന് വെച്ചാൽ യൂഷ്വലി ഒരു 3 to 4 months ഉള്ളത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മുടെ തലയിൽ ഏതെങ്കിലും മുടിയൊക്കെ
ടിലോജൻ ഫേസിലോട്ട് പോകുന്നുണ്ടാവും, ഡെയിലി പോകുന്നുണ്ടാവും, ടിലോജൻ ഫേസിലോട്ട് പോകുന്നുണ്ടാവും. യൂഷ്വലി അറൗണ്ട് 150 ഹെയർ ആണ് ഒരാൾക്ക് ഹെയർ ലോസ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ നിലത്ത് കാണുന്നു, തലയണയിൽ കാണുന്നു, ബാത്റൂമിൽ കാണുന്നു, അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് തന്നെ അപ് ടു 150 ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ നമ്മളത് വിഷമിക്കേണ്ടെന്ന് പറയുന്നത് വെച്ചാൽ ഈ വേറൊരു 150 അനജൻ ഫേസിലോട്ട് വന്നിട്ടുണ്ടാവും ആ ദിവസം തന്നെ. അപ്പോൾ ആക്ച്വലി അത് ബാലൻസ് ചെയ്ത് പോകും. പക്ഷേ നമ്മളുടെ ഹെയർ തിന്നിങ് എന്ന് പറഞ്ഞ് ശരാശരി ഒരു ഇന്ത്യൻ ആളുടെ തലയിൽ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ ഒരു 100 ഫോളിക്കിൾസാണ് ഉണ്ടാവാറുള്ളത്. ഒരു ഫോളിക്കിൾ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഫാമിലി ഓഫ് ഹെയർ ആണ്, ഒരു ഹെയർ അല്ല, ഒരു ഫാമിലി ഓഫ് ഹെയർ ആണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഹെയറിന് അപ് ടു ഫ്രം 1 ഹെയർ ടു അറൗണ്ട് 8 ഹെയർസ് വരെ ഉണ്ടാവാം. അപ്പോൾ ഈ 8 ഹെയർസും ഒറ്റ ഇതിനകത്ത് പുറത്തോട്ട് വരുന്നുണ്ടാവില്ല. അതിനകത്ത് കുറേ എണ്ണം ഉറങ്ങിക്കിടക്കുക, ഹൈബർനേഷൻ ഫേസിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് പൊന്തി നിൽക്കുന്ന ഒരു മുടി കൊഴിഞ്ഞു പോകുമ്പോഴേക്കും ഈ ഉറങ്ങിയിരിക്കുന്ന ഒരാൾ ആ മെല്ലെ പുറത്തോട്ട് ചാടി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ അത് കാരണം പെട്ടെന്ന് നമ്മൾ അറിയില്ല. ഇപ്പോൾ ഈ 100 ഫോളിക്കിൾസ് പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ 50 ആയിട്ട് കുറയണ സമയത്ത്, അപ്പോഴാണ് ഒരാൾ കാണുന്ന സമയത്ത് എന്താ നിൻ്റെ മുടി കുറച്ച് ഉള്ളു കുറഞ്ഞു തുടങ്ങുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. അത്രയും കുറഞ്ഞ് വരുമ്പോൾ മാത്രമേ നമ്മളത് അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷേ ആ ആൾക്കറിയാം എൻ്റെ മുടി കുറച്ച് കൂടുതൽ പോകുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു വെച്ചാൽ ആ സമയത്ത് നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുത്ത് തുടങ്ങാം. സപ്ലിമെൻറ്റ്സ് കുഡ് ബി ഫുഡ് സപ്ലിമെൻറ്റ്സ് ഓർ ഇറ്റ് കുഡ് ബി മെഡിസിൻസ് ഓൾസോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് യു കൺസൾട്ട് സംവൺ ഹൂസ് ലുക്കിംഗ് ആഫ്റ്റർ ഹെയർ, എന്നിട്ട് ദേ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു ടു സി നമ്മളുടെ ഡയറ്ററി ഇതൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ. ഡെഫിഷ്യൻസി ഉണ്ടെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാം. അത് കഴിച്ചെന്ന് വെച്ചാൽ നമ്മളുടെ ഇത് കുറേയൊക്കെ നമുക്ക് മാറും. ഡോക്ടർ, നാച്ചുറലായിട്ട് നമുക്ക് മുടി കിളിക്കുമോ? അതായത് ഈ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ ഇങ്ങനെ വന്നു തുടങ്ങുമോ? അതോ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താലേ ഇത് വരുത്തും? അല്ല, നാച്ചുറലായിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും ഒരു ഗ്രൂപ്പ് ഓഫ് ഹെയർ ഇസ് കമ്മിങ് ഇൻ ടു ദ അനാജൻ ഫേസ്. അനാജൻ ഫേസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന തിക്ക് മുടി കാണുന്ന ആ ഫേസിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ മുടി വളരും, അല്ലെങ്കിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു കാച്ചിയ എണ്ണയൊക്കെ ബ്രഹ്മിയും തുളസിയിലയും കരിയാപ്പലയൊക്കെ ഇട്ട് കാച്ചി എണ്ണ തേച്ച് തരും, പെട്ടെന്ന് മുടി വളരാൻ കരുത്തുണ്ടാവുന്നൊക്കെ, അതൊക്കെ ഉള്ളതായിരിക്കുമോ? ഓക്കെ, ഇത് മസാജിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഒരു പെക്യൂലിയാരിറ്റി എന്താ വെച്ചാൽ എന്ത് റീസൺ കൊണ്ടും നമ്മുടെ വാസ്കുലാരിറ്റി, സ്കാൽപ്പിൻ്റെ വാസ്കുലാരിറ്റി കൂടുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. എന്ത് റീസണാണെന്ന് വെച്ചാൽ മസാജ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി ഹെയറിൻ്റെ ഇത് കൂടും, അല്ലെങ്കിൽ നമ്മൾ റോളേഴ്സ് അവൈലബിൾ ആണ്, ഡെർമ റോളേഴ്സ് മാതിരിയുള്ള സാധനങ്ങൾ. ചെറിയ ഇങ്ങനെ ഫുൾ ചെയ്തെന്ന് വെച്ചാൽ മുടി അതിലൂടെ കുടുങ്ങിയിട്ട് അത് പോകും. പക്ഷേ ചെറുതായിട്ട് നമ്മൾ ഇത് മൂവ്മെൻറ്റ്സ് ചെയ്തെന്ന് വെച്ചാൽ അതുകൊണ്ട് ഹെയർ ഗ്രോ ചെയ്യും. വേറെ എന്ത് ഇഞ്ചെക്ഷൻ ചെയ്തോ ഇഞ്ചെക്ഷൻ്റെ ആ ഒരു കുത്തുകൊണ്ട് മാത്രം ഇൻഫ്ലമേഷൻ വരും, ഇൻഫ്ലമേഷൻ കൊണ്ട് ഇൻക്രീസ് വാസ്കുലാരിറ്റി വരും, അതുകൊണ്ടും ഹെയർ ഗ്രോത്ത് വരും. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഇത് ഇടുകയാണ്, ഇൻഫ്ലമേഷൻ വരുന്ന എന്തെങ്കിലും സാധനം ഇടുകയെന്ന് വെച്ചാലും ഹെയർ ഗ്രോത്ത് ക്യാൻ കം. Any of those things can increase hair growth. പിന്നെ റിഗാർഡിങ് നമ്മൾ പറയുന്നത് എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത്, എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ പല ആൾക്കാർക്കും പല ടൈപ്പ് ഹെയർ ആണ്. ചില ആൾക്കാർക്ക് ഭയങ്കര ഡ്രൈ ഹെയർ ആയിരിക്കും. ഡ്രൈ ഹെയറിലുള്ള ആൾ നമ്മൾ എണ്ണ ഇത് ചെയ്യാന്ന് വെച്ചാലും അതിനകത്ത് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഇംപ്രൂവ് ദ എൻവയറമെൻറ്റ്. അപ്പോൾ ഈ എൻവയറമെൻറ്റ് ഇംപ്രൂവ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഹെയർ ഫോള് നമുക്ക് തടുക്കാൻ പറ്റും. ഓക്കെ, അത് അങ്ങനത്തെ ആൾക്ക്. സപ്പോസ് ഇപ്പോൾ ആസച്ച് ഹെയർ ഭയങ്കര ഓയിലിയാണ്, അവർ പോയി വീണ്ടും ഓയിൽ ഇടുക വെച്ചാൽ അത്ര നല്ലതല്ല. ഇതിനകത്ത് പ്രശ്നം അവിടെയല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും മുടി വളരാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും 2 പ്രാവശ്യം കുളിക്കുക വെച്ചാൽ 2 പ്രാവശ്യം ഷാമ്പൂ ഇടുന്ന ആൾക്കാരുണ്ട്. ദേ ആർ സ്പോയിലിംഗ് ദ എൻവയറമെൻറ്റ്. മനസ്സിലായില്ലേ? അതും വേറൊരു ദൂഷ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അപ്പോൾ എണ്ണ ഇട്ടുകൊണ്ട് നമുക്ക് തെറ്റില്ല. പിന്നെ അതിനകത്ത് ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമുക്ക് അത് ബ്രഹ്മി അല്ലെങ്കിൽ വേറെ ഒരു ആയുർവേദിക് മിക്സും കാര്യങ്ങളൊക്കെ വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആയുർവേദത്തിൽ ട്രെയിൻഡ് അല്ല. ഐ ഡു നോട്ട് നോ. ബട്ട് ഡെഫിനറ്റ്ലി ഐ നോ ദറ്റ് എനി ഓയിൽസ് നമ്മൾ സ്കാൽപ്പിൽ ഇടുകയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഗുഡ് പ്രൊവൈഡഡ് ദറ്റ് ഹെയർ ഇസ് എ ഡ്രൈ ഹെയർ. എന്തായാലും നമുക്കത് സഹായിക്കുകയും ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുപോലെ കേട്ടിട്ടുള്ളതാണ് ഈ നെല്ലിക്ക കഴിച്ചാൽ നമുക്ക് മുടി വളരും എന്നുള്ളത്, ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഭക്ഷണങ്ങളുണ്ടോ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ? കുറേ ഭക്ഷണങ്ങളുണ്ട്. കുറേ ഭക്ഷണങ്ങൾ ആഡ് ചെയ്യണം, കുറേ ഭക്ഷണം ഒഴിവാക്കണം. എന്നുവെച്ചാൽ ബേസിക്കലി ഓൾ പ്രോട്ടീനേഷ്യസ് ഫുഡ് ഉണ്ടല്ലോ നല്ലതാണ്, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. എന്നുവെച്ചാൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതെല്ലാം നല്ലതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മൾക്കിപ്പോൾ മുടി, നഖം
ഈ രണ്ട് സാധനത്തിനും ആക്ച്വലി പറഞ്ഞു വെച്ചാൽ ജീവനില്ല. ഇപ്പം ഈ കാണുന്ന മുടിക്ക് ഒന്നിനും ജീവനില്ല, ഈ പുറത്തോട്ട് നിൽക്കുന്ന നഖത്തിനും ജീവനില്ല. ഓക്കെ, അതിന് ജീവനുള്ള സാധനം എന്ന് വെച്ചാൽ തൊലിയുടെ അടിയിലുള്ള സാധനമാണ്. പുറത്തോട്ട് കാണുന്ന സാധനത്തിന് ജീവനില്ല, നോ ലൈഫ്. ഓക്കെ, അപ്പം നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പർട്ടിക്കുലർ സാധനത്തിന് നമ്മളെപ്പോഴും അതിന് ഇത് കൂട്ടണം എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക ആക്ഷൻ നന്നായിട്ട് വളർച്ച വരണം എന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയും നമ്മൾ മുടിയൊക്കെ ട്രിം ചെയ്ത് വല്ല മുടിയൊക്കെ ഷേവ് ചെയ്ത് വെച്ചാൽ നല്ല തഴച്ചു വളർന്നു വെച്ചാൽ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. ഡോക്ടർ, അതുപോലെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നര. അകാല നരയുണ്ട്, യുവാക്കൾക്കിടയിൽ നരയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മുടി നരയ്ക്കുന്നത്? സോ നമ്മളുടെ സയൻറ്റിഫിക്കലി നോക്കുകയെന്ന് വെച്ചാൽ ചില സെലീനിയം അങ്ങനത്തെ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. സോ അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസീസ് വന്നു എന്ന് വെച്ചാൽ ദർ കൻ ബി ഗ്രേയിങ് ഓഫ് ഹെയർ. പക്ഷേ ടു മൈ നോളജ് സോ ഫാർ there are no products, at least in allopathy, which can actually prevent graying. അല്ലെ ഗ്രേ ഹെയർ പ്രിവെൻറ്റ് ഗ്രേയിങ് പോസിബിലിറ്റി നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ എടുക്കുകയെന്ന് വെച്ചാൽ ഇറ്റ് മൈറ്റ് പ്രിവെൻറ്റ് ഗ്രേയിങ്. പക്ഷേ ഗ്രേ ആയിട്ടുള്ളൊരു സാധനത്തിന് വീണ്ടും കറപ്പിക്കാനുള്ള ഒരു സാധനം ആസ് ഓഫ് നോ ഇല്ല. നമുക്ക് സ്ട്രെസ് വരുന്നത് കൊണ്ടായിരിക്കും നരയ്ക്കുന്നത്, അതൊരു റീസൺ ആവും. അപ്പോൾ നമ്മളെപ്പോഴും കാണാറുണ്ട് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ് വരികയാണ്. ഇപ്പോൾ മാലിഗ്നൻസി വന്നിട്ടുണ്ട്, കീമോതെറപ്പി എടുക്കുന്നുണ്ട്, അല്ലെ പെയിൻഫുൾ സർജറീസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർ പെട്ടെന്ന് നരയ്ക്കാൻ തുടങ്ങും. സോ ദ സ്ട്രെസ് ഇസ് വൺ റീസൺ. അതുപോലെ പലർക്കും ഉള്ള സംശയമാണ് താരൻ. ഈ താരൻ വരുന്നത് നമുക്കുള്ളിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണോ? താരൻ ഫണ്ടമെന്റലി താരൻ നോക്കുകയെന്ന് വെച്ചാൽ അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ഓക്കെ, നമ്മൾ ഈ താരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനറലൈസ്ഡ് ടേമാണ്. ബട്ട് ആക്ച്വലി അതിനകത്ത് വേറെ കുറേ ഇതുണ്ട്. നമ്മൾ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു സാധനമാണ് യൂഷ്വലി സം ഫംഗൽ കമ്പോണൻ്റ് ഒക്കെ ഉള്ള ഒരു സംഗതിയുള്ളത്. പിന്നെ അതിൻ്റെ സെബോറിക് കെരട്ടോസ് എന്ന് പറഞ്ഞിട്ട് വേറെ സാധനമാണ്. അതായത് നമ്മൾ ഈ സെബം കാരണം നമ്മൾ എല്ലാ ആൾക്കാർക്കും സ്കാൽപ്പിൽ ഒരു എണ്ണമയം ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, അതാണ് ഈ സെബം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വരാം, ഇങ്ങനെ ഒരു താരൻ ഒരു ഫ്ലേക്കിനെസ് വരാം. പിന്നെ സോറിയാസിസ് കൊണ്ട് ഫ്ലേക്കിനെസ് വരാം. അപ്പോൾ ഈ മൂന്ന് സാധനത്തിനും ജനറലൈസ്ഡ് ടേമാണ് ആൾക്കാർ താരൻ എന്ന് പറയുന്നത്. ബട്ട് നമ്മളപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കണം എന്ത് ടൈപ്പ് സാധനമാണ്. അതായത് ഫൈൻ ഡസ്റ്റാണോ വരുന്നത്, ഫൈൻ വെളുത്ത സാധനമാണോ വരുന്നത്, ആ വെളുത്ത സാധനത്തിൻ്റെ കൂടെ നമുക്ക് ഇച്ചിങ് ഉണ്ടോ, ചൊറിച്ച് സ്കാൽപ്പിൽ ഇച്ചിങ് ഉണ്ടോ ഇല്ലേ, അത് നോക്കേണ്ടി വരും. കുറച്ചും കൂടി വലിയ പീസസ് ആണ് വരുന്നത് വെച്ചാൽ മോസ്റ്റ് ലൈക്ലി അത് സെബോറിക് കെരട്ടോസിസ് ആയിരിക്കും. ആൻഡ് മോസ്റ്റ് ലൈക്ലി സോറിയാസിസ് ആയിരിക്കും. ഈ സോറിയാസിസിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ മെയിൻലി നമുക്ക് ഒരു നവംബർ ഡിസംബർ തണുപ്പ് കാലമൊക്കെ വരുന്ന സമയത്ത് അത് നമ്മളെ കൂടുതൽ ബാധിക്കും. അത് യൂഷ്വലി ഒരു പെർട്ടിക്കുലർ സ്ഥലത്തായിരിക്കും ബാധിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരാൾക്ക് ഈ ഒരു സ്ഥലമാണെന്ന് വെച്ചാൽ എപ്പോഴും അത് അവിടെ തന്നെ ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ടാകുന്നത്. അതിന് നമ്മൾ സാധാരണ നമുക്ക് ഓഫ് ലേബൽ ദാറ്റ് ഇസ് നമ്മളിങ്ങനെ ഫാർമസീസ് പോയി വാങ്ങിക്കുന്ന ഓരോ ഷാംപൂസൊക്കെ യൂസ് ചെയ്ത് അതിനകത്ത് വ്യത്യാസമൊന്നും വരുന്നുണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ താരന് വേണ്ടിയിട്ട് പല ആൾക്കാരും ഷാംപൂസ് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദീസ് ഷാംപൂസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു സിവിയർ ക്ലെൻസിങ് അവിടെ നടക്കും. അപ്പോൾ നമ്മുടെ ഉള്ള സെബവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കളയും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷണേഴ്സ് വേറെ യൂസ് ചെയ്യണം. കണ്ടീഷണേഴ്സ് ക്യാൻ ബി എനിത്തിങ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽസ് ആയിരിക്കാം, അല്ലാന്ന് വെച്ചാൽ നമ്മൾ കറ്റാർ വാഴയുടെ ആ ഒരു ഇത് ജ്യൂസ് ആയിരിക്കാം, അല്ലാന്ന് വെച്ചാൽ നമുക്ക് ഓഫ് ലേബിൾ ദാറ്റ് ഇസ് നമുക്ക് ഈ ഷോപ്സിലൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കുറേ കണ്ടീഷണേഴ്സ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കാം. സോ ഇറ്റ് കുഡ് ബി എനി ഓഫ് ദോസ് തിങ്സ്. കഴിയുന്നത് നാച്ചുറൽ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ നമ്മൾ പെൺകുട്ടികളാണെന്ന് തോന്നുന്നു കൂടുതലും ചെയ്യുന്നത് ഈ സലൂൺസിലൊക്കെ പോയിട്ട് ബോട്ടോക്സ് ചെയ്യും, നാനോപ്ലാസ്റ്റ് ചെയ്യും, സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ മുടിക്ക് നല്ലതാണോ? കാരണം നല്ല ചൂടായിരിക്കുമല്ലോ തലയിലേക്ക് വരുന്നത്. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എസ്പെഷ്യലി ലേഡീസും പുരുഷന്മാരിലാണ് കൂടുതൽ കാണാറുള്ളത്. പക്ഷേ ഈ സ്ട്രെയിറ്റനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ എസ്പെഷ്യലി കെമിക്കൽസ് യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഒരു 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷം പല ആൾക്കാരും ഹെയർ ലോസ് കംപ്ലയിൻ ചെയ്ത് കാണാറുണ്ട്. സോ പ്രോബബ്ലി ദോസ് ആർ റീസൺസ് ഫോർ ഈ ഡാമേജസ് വരാൻ നല്ല സാധ്യതയുണ്ട്. ഈ ഹെയർ ലോസ് അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ടോ? ഇതുകൊണ്ട് മറ്റെന്തെങ്കിലും രോഗങ്ങൾ വരാറുണ്ടോ? ആസ് ഓഫ് നോ അങ്ങനത്തെ വലിയ ഡോക്യുമെന്റഡ് എവിഡൻസുകളൊന്നുമില്ല. ഇല്ല. ഇനി നമുക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്ക് മുടി വളരാൻ ചെയ്യാൻ പറ്റുന്നത്?
സോ മുടി വളരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്റ്റേണലായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ട് തന്നെ വളരണം. അതിനകത്ത് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ വേറെ ഉത്തരം കൂടി വരുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ കഴിക്കുന്ന ഭക്ഷണം കുറേ നല്ല സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് യൂഷ്വലി ആഡ് ചെയ്യേണ്ട സാധനം വെച്ചാൽ പ്രോട്ടീൻസാണ്. പ്രോട്ടീൻസ് ചെറുപയർ, പട്ടാണി, കടലയൊക്കെ മുളപ്പിച്ച് സ്പ്രൗട്ട്സ് ആയിട്ട് കഴിക്കാൻ വെച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് വെച്ചാൽ വേറെ പ്രോട്ടീൻ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ രാജ്മ, കടല, പരിപ്പുകൾ, പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ മുട്ടയുടെ വെള്ള, മത്സ്യം ഇതൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതിനകത്ത് നിറച്ചും അയൺ കണ്ടൻറ്റ് ഉണ്ട്. അതായത് ചീര, മുരിങ്ങയില, പാലക്, എസ്പെഷ്യലി മുരിങ്ങയില ഭയങ്കര നല്ല സാധനമാണ്. നമ്മളെല്ലാവരുടെയും പറമ്പുകളിലൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴും അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം കഴിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് കാൽഷ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യത്തിൻ്റെ സോഴ്സസ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് മിൽക്ക് പ്രോഡക്ട്സ്, ഇത് പാല്, തൈര്, മോര്, ചീസ്, പനീർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈന്തപ്പഴം, ബദാം പരിപ്പ്, ഇതുമൊക്കെ കാൽഷ്യവും അയണൊക്കെ നിറച്ചും കണ്ടൻറ്റുള്ള സാധനങ്ങളാണ്. അതൊക്കെ യൂഷ്വലി എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് 2-3 എണ്ണം ഓരോന്നിൻ്റെയും കഴിക്കുക, വൈകിട്ട് വരുന്ന സമയത്ത് 2-3 എണ്ണം കഴിക്കുക. ഇങ്ങനെ കുറേ ഇരുന്ന് ഒരേ സമയത്ത് കഴിച്ചു വെച്ചാൽ എല്ലാം അബ്സോർപ്ഷൻ ആവില്ല. നമ്മൾ കുറച്ച് എടുക്കുന്ന സമയത്താണ് അബ്സോർപ്ഷനും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഫ്രഷ് ഫ്രൂട്ട്സിനകത്ത്, എസ്പെഷ്യലി ഓർഗാനിക്കലി മെയ്ഡ് ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഹെയർ ലോസ് വരാൻ ഒരു പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ പെസ്റ്റിസൈഡ്സും പൊല്യൂഷനുമാണ്. ഓക്കെ, അതിനകത്ത് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് ക്യാൻ കോസ് ഹെയർ ലോസ്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ എഗെയിൻസ്റ്റ് ചെറുത്ത് നിർത്താൻ പറ്റുന്ന സാധനങ്ങൾ ആൻറ്റി ഓക്സിഡൻസ്. അത് മാക്സിമം കാണുന്നത് ഫ്രൂട്ട്സിലാണ്. അപ്പോൾ നാച്ചുറലി മാക്സിമം കാണുന്ന ഫ്രൂട്ട്സിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം കഴിക്കണം. ചില സാധനങ്ങൾ ഒഴിവാക്കേണ്ട സാധനങ്ങൾ എസ്പെഷ്യലി റെഡ് മീറ്റ്, അത് നല്ലതല്ല. പിന്നെ കൂടുതൽ മധുരമുള്ള സാധനങ്ങൾ നല്ലതല്ല. അപ്പോൾ കൂടുതൽ മധുരമുള്ളതെന്ന് പറയുന്നത് വെച്ചാൽ വേറെ മധുരം തന്നെ ആവണമെന്നില്ല. നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഫോർ എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, സാധാരണ നമ്മൾ പറയുന്നത് മൈദയുടെ പ്രോഡക്ട്സ് നല്ലതല്ല. സോ മൈദയുടെ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ പിസ്സ, ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിത്തിങ് മെയ്ഡ് വിത്ത് മൈദ, കേക്ക്സ്, എനിത്തിങ്, ദോസ് ആർ നോട്ട് ദാറ്റ് ഗുഡ്. പിന്നെ എജിനോമോട്ടോ, ചൈനീസ് ഫുഡല്ല, എജിനോമോട്ടോ സപ്പോസ് ടു ബി നോട്ട് ഗുഡ്, ബട്ട് ഹൗ ഫാർ ഇറ്റ് ഈസ് പ്രൂവൺ ഇറ്റ്സ് ഡിബേറ്റബിൾ. കാര്യം എന്താ വെച്ചാൽ ചൈനയിൽ അങ്ങനെ വെച്ചാൽ ഫുൾ കഷ്ണിക്കാരാവണമല്ലോ, അങ്ങനെ കാണുന്നില്ലല്ലോ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ സാധനങ്ങൾ, ദീസ് ആർ ദ മെയിൻ തിങ്സ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഏരിയേറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ പറയുന്നത്, പല ആൾക്കാരും ഏരിയേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട്. അതിനകത്തൊക്കെ ഭയങ്കര ഷുഗറി സാധനങ്ങളാണ്. അപ്പം അതൊന്നും അത്ര നല്ലതല്ല. സ്മോക്കിംഗ്, അത് ഭയങ്കര പ്രശ്നമാണ്. ഇവൻ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റൂമിൽ പോയിരുന്നാൽ തന്നെ ഈ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് സോഴ്സസ് ആണ് നമുക്ക് ഹെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദീസ് ആർ തിങ്സ് ദറ്റ് യു ഹാവ് ടു ഡു. സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ക്ലീൻ ആക്കി വെക്കണം. എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ വെച്ചാൽ നമ്മൾ ഷാമ്പൂ ഇട്ടിട്ടല്ല ക്ലീൻ ആക്കുന്നത്. നമ്മളിപ്പോൾ ഇൻഫാക്ട് നമ്മൾ ഷാമ്പൂ ഇടാണ്ട് വെക്കാൻ വെച്ചാൽ ഐ തിങ്ക് ബെറ്റർ ഫോർ യുവർ ഹെയർ ദാൻ ടു ജസ്റ്റ് കീപ്പ് ഓൺ പുട്ടിങ് ഷാമ്പൂ. മേ ബി ഷാമ്പൂ ചെയ്യുന്നതൊക്കെ once in 10 days ഒക്കെ ധാരാളമാണ്. അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് നല്ലതല്ല. അപ്പം ഇതൊക്കെയാണ് കോമൺലി നമുക്ക് വലിയ പ്രോബ്ലംസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ ഹെൽമെറ്റ് വെക്കുന്നുണ്ടല്ലോ. സോ ഈ ഹെൽമെറ്റ് വെക്കുന്ന എപ്പോഴും ഒരു ചോദ്യം വരും, ഞാൻ ഹെൽമെറ്റ് വെച്ച് എൻ്റെ മുടി പോകുമെന്ന്. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ആരുടെയും മുടി പോവില്ല. സിമ്പിൾ കാര്യം ഞാൻ പറയാം. ഇപ്പം ഇമാജിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെയിറ്റുള്ള ഹെൽമെറ്റ് നമ്മൾ തലയിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് കാരണം എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു. അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ വെച്ചാൽ എല്ലാ ചുമട്ട് തൊഴിലാളിക്കും കംപ്ലീറ്റ് കഷണ്ടി ആവേണ്ടതാണ് അല്ലല്ലോ. അപ്പോൾ ദാറ്റ് ഇസ് ഓൺലി വൺ. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ ഈ ഹെൽമെറ്റിൻ്റെ അകത്ത് ഒരു ലൈനിങ് ഉണ്ട്. നമ്മളെ ഹെൽമെറ്റ് ഒന്നും പ്രോപ്പർലി വെന്റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മളെ ഒരു സ്വെറ്റും കാര്യങ്ങളൊക്കെ അവിടെ വരാം, എസ്പെഷ്യലി മേളിൽ സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ
ദർ ഇസ് എ പോസിബിലിറ്റി സം ഫംഗൽ ഇൻഫെക്ഷൻ സംതിങ് ലൈക്ക് ദാറ്റ് അവിടെ നിൽക്കാനൊരു സാധനമുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം അത് മാറ്റാത്ത കാരണം ഇത് വെക്കുമ്പോൾ നമുക്ക് പ്രോബ്ലംസ് വരാം. അപ്പോൾ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാൻഡാന കെട്ടുന്നത് നന്നായിരുന്നു. തലയിലൊരു കെട്ടുന്നത്, എസ്പെഷ്യലി ബനിയൻ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് കെട്ടി അത് ഡെയിലി അലക്കുക, ഇസ്ത്രി ഇടുക, എന്നിട്ട് വീണ്ടും അടുത്ത ദിവസം വീണ്ടും ചെയ്യുക. അതിന് മുകളിൽ നമ്മളിത് ചെയ്യുക, ഈ ഹെൽമെറ്റ് വയ്ക്കുക. സോ ദാറ്റ് ഇസ് എ സേഫ് വേ ഓഫ് ഡൂയിങ്. അപ്പോൾ ഇതൊക്കെയാണ് നാച്ചുറൽ വേ ഓഫ് ആക്ച്വലി ഇൻക്രീസിങ് ദ ഹെയർ ഗ്രോത്ത്. പിന്നെ നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കോമൺലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അയൺ, കാൽഷ്യം, വൈറ്റമിൻ ഡി. നമ്മൾ അറിയേണ്ട, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ മുടിയും നഖത്തിനൊന്നും ജീവനില്ല എന്ന് പറയുന്നില്ലേ. നമ്മുടെ ശരീരം ഇവരെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, എല്ലാ ഈക്വൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം അയൺ കഴിക്കുന്നുണ്ട്, പല രീതിയിൽ സോഴ്സിൽ അയൺ വരുന്നുണ്ട്. പക്ഷെ അയണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹീമോഗ്ലോബിനാണ്, പിന്നെ മസിലിലാണ് അയൺ വേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ആവശ്യത്തിന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിച്ചമുള്ള വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഈ നഖത്തിനും മുടിക്കൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്, ഞങ്ങൾ MBBS പഠിക്കുന്ന കാലത്ത് നമ്മുടെ മെഡിസിനിലെ പ്രൊഫസേഴ്സൊക്കെ എപ്പോഴും നമ്മൾ ഫ്ലാഗ്സ് എന്ന് പറയും. നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ വെച്ചാൽ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നഖത്തിനെ പറ്റി ചാപ്റ്റർ, മുടീനെ പറ്റി ചാപ്റ്റർ ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ഡെഫിഷ്യൻസി വരുന്നത് വെച്ചാൽ ഇറ്റ് ബി വിസിബിൾ ദെയർ. ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം ലീസ്റ്റ് എന്താ പറയുക, ലാസ്റ്റ് മാത്രമേ അവിടെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഡെഫിഷ്യൻസി വരുന്നുണ്ടെന്ന് വെച്ചാൽ ബാക്കി എല്ലാത്തിനും കിട്ടിയിട്ട് ഫസ്റ്റ് ഇവർക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഹെയറിൽ കാണാൻ പറ്റും, നഖത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ യൂഷ്വലി വി ആസ്ക് ദം ടു ചെക്ക് അയൺ, കാൽഷ്യം. ഇത് രണ്ടാണ് കോമൺലി സീൻ തിങ്സ്. ആൻഡ് ദെൻ വൈറ്റമിൻ ഡി ഇപ്പോൾ ഭയങ്കര കോമൺലി അതിൻ്റെ ഡെഫിഷ്യൻസീസ് കണ്ടുവരാറുണ്ട്. പിന്നെ തൈറോയിഡൊക്കെ ചില ആൾക്കാർക്ക് തൈറോയിഡ് ഉണ്ട്. വളരെ അപൂർവമായിട്ടാണല്ലോ ബാക്കി ഹോർമോണൽ ചേഞ്ചസ്. അപ്പോൾ യൂഷ്വലി കോമൺലി അതൊന്നും ചെയ്യില്ല. ബാക്കിയെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് വന്നാൽ മാത്രമേ ചിലപ്പോൾ ചെയ്താലായി ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ആൻഡ് പ്രോബബ്ലി ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഈ കുറച്ച് സാധനം മാത്രം ടെസ്റ്റ് ചെയ്ത് ബാക്കി എല്ലാത്തിനും സപ്ലിമെൻറ്റ്സ് കൊടുക്കുക. അതാണ് സാധാരണ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഹെയർ ലോസ് ഒക്കെ വരുന്ന തന്നെ ചെയ്യാം, മേജർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ്.